എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റോളം നമ്മളിവിടെ ബ്ലോക്ക് പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ പാസിങ്ങുള്ള വണ്ടികളാണ്. കറക്റ്റ് ഒരു മണിക്കൂർ റണ്ണിങ് ഇപ്പോൾ നമ്മൾ പോയി തിരിച്ചു പോകുന്ന വണ്ടികളാണ്. ഇവിടെ വന്നിട്ട് 40 മിനിറ്റ് നിന്നാൽ ഞങ്ങൾ എത്തിപ്പെടുന്നില്ല. ഈ വളാഞ്ചേരി പോകുന്ന തന്നെ മിക്കവാറും വണ്ടികൾ അങ്ങാടിപ്പുറത്ത് തിരിച്ചല്ലാതെ ഓടാൻ പറ്റണില്ല. നമുക്കൊരു ദിവസം എങ്ങനെയാലും 2000-3000 മാറ്റം വരുന്നത് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മുതലാളിമാർക്ക് ഇനിയിപ്പോൾ 1-2 വണ്ടികളുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളെ ദിവസക്കൂലി 500-600 കുറവാണ്. ഇനിയിപ്പോൾ സ്കൂളും കൂടെ തുറന്നാൽ ഇതൊന്നല്ല ബ്ലോക്ക് ഉണ്ടാവുക. നമുക്ക് ഒരിക്കലും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ഹൈവേയിൽ വണ്ടി കടത്തി വിടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ റോഡ് വളാഞ്ചേരി പെരുന്തമണ്ണ റോഡ് 40 മിനിറ്റ് 30 മിനിറ്റ് കുറഞ്ഞ് വിടണില്ല. ഞങ്ങൾ അത്രയും ഇടങ്ങളാണ് ഇത് ഓടി എത്തിക്കാൻ പറ്റുന്ന പാട്. 8 ചാലും ഞങ്ങൾ അങ്ങാടിപ്പുറം വന്ന് തിരിച്ചു പോകുമ്പോൾ അതിന് നഷ്ടം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ഞങ്ങൾ കൂലി ഞങ്ങളെ കുടുംബം മുന്നോട്ട് പോകുന്നതിന് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം വെച്ചാൽ അത്രയും ഞങ്ങൾ ഒരു 8 ചാലും അങ്ങാടിപ്പുറം വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വളാഞ്ചേരിയിൽ നിന്നിട്ട് പെരുന്തമണ്ണയ്ക്ക് പോകണമെങ്കിൽ നല്ല ആൾ കയറാൻ ബുദ്ധിമുട്ടാണ്, ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഇടങ്ങനായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. എത്ര വാഹനങ്ങളാണ് ഇപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്നത്? എങ്ങനെയാണ് പൊതുവെ വളാഞ്ചേരി കോട്ടക്കലാണോ? വളാഞ്ചേരി കോട്ടക്കല്ല, വളാഞ്ചേരി പെരുന്തമണ്ണ വരുന്ന വണ്ടികൾ മിക്കവാറും ഒന്നിപ്പോൾ ഇവിടെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയ്ക്ക് നിന്ന് വരുന്ന വണ്ടികൾ, കോട്ടയ്ക്കൽ പെരുന്തമണ്ണ ഓടുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ റൂട്ടിൽ വൈലോങ്ങര ചാടി ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ തിരിച്ചു പോകില്ല, അതുപോലെ വഴിയില്ല. അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 40 മിനിറ്റ് ഒരു വണ്ടി ഇവിടെ കുടുങ്ങാന്ന് പറഞ്ഞാൽ അതുപോലെ പിടിച്ചിട്ടിട്ട് തന്നെയല്ലേ. ഒരു 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കടന്നു പോകാം. അപ്പോൾ ഒരു 3 വിടൽ വിടുമ്പോൾ തന്നെ ഞങ്ങൾ 15 മിനിറ്റ് എന്നാലും പോകും. ഞങ്ങളിവിടെ 20 മിനിറ്റ് 30 മിനിറ്റ് വിടാത്ത ദിവസങ്ങളില്ല. അത് കാരണം ഞങ്ങളിവിടെ ചാരി കട്ടാക്കി പോകേണ്ട അവസരം വരും. ഇവിടെ നമ്മൾ പെരുന്തമണ്ണ പോയി തിരിച്ചു വരേണ്ട ആ ടൈം പോവുകയാണ്. അപ്പോൾ പാസിംഗ് ആയതുകൊണ്ട് അവിടെ പോയി തിരിച്ചു വരാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ചാരി കട്ടാക്കിയാൽ വേറെ വഴിയില്ല. ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണം. അതിപ്പോൾ ഒരു ദിവസം ഒരു 8 ചാലും ഉണ്ടെങ്കിൽ അത് ഇന്നും ഇവിടെ വന്ന് അതേ തിരിച്ചു പോക്കാകുമ്പോൾ നമ്മളെ ശമ്പളത്തിൽ നമ്മളെ കൂലിയിൽ അത്രയും കുറവ് വരാം. നമുക്ക് ഭയങ്കര ഇടങ്ങാണ്. ഇപ്പോൾ നമ്മൾ ശരാശരി ഇപ്പോൾ ഈ ബ്ലോക്കൊക്കെ അനുവദിച്ച് ഒരു ദിവസം കൂലി എത്രത്തോളം കുറയും? ബുദ്ധിമുട്ടന്നല്ലേ കുടുംബം? എങ്ങനെയാണ് കൂലി? നമുക്ക് എങ്ങനെ ഒരു 100-500 രൂപ കൂലിയിൽ കുറയും. കാരണം എല്ലാ ചാലും ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ അതിൻ്റേതായ കളക്ഷനിൽ മാറ്റം ഉണ്ടാവും. 3000-4000 മാറ്റം ഉണ്ടാവും. ഡെയിലി ഇവിടെ വന്ന് എല്ലാ ചാലും ഇവിടെ വന്ന് തിരിച്ചു പോകണമെങ്കിൽ അത്രയും നമ്മൾ മാറ്റം ഉണ്ടാവും. അതിൻ്റെ ഇത് നമുക്ക് കൂലിയും കുറവുണ്ടാവും. വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. നമ്മുടെ ബസ് ജീവനക്കാരെന്നുള്ള നിലയിൽ നമുക്കിതിന് അധികൃതരോട് പറയാൻ ഒരു പോം വഴി എന്തെങ്കിലും ഉണ്ടോ? ബസ്സുകാർക്ക് നമുക്ക് ഇത് വർഷങ്ങളായിട്ട് നമ്മളെ ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ നമ്മളെ. അപ്പോൾ നമുക്ക് ഈ ബൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു വഴി എന്താണ് നമുക്ക് അധികൃതരോട് പറയാനുള്ളത്? ഇത് ഇവിടെ ഈ ബ്ലോക്ക് പിന്നെ ശാശ്വതമായിട്ട് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഒന്നുകിൽ ആ ബൈപ്പാസ് ഓപ്പൺ ആവേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടികളൊക്കെ ആ വഴി കടത്തി വിടാം. എങ്ങനെ ഈ ബ്ലോക്കിന് പരിഹാരം കണ്ടേ തീരുള്ളൂ. ഇപ്പോൾ നമുക്ക് പരിയാപുരം വഴി ഉള്ളിൽ കൂടെ പോകാൻ പറ്റും. പരിയാപുരം വഴി ചാടിക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ ആ റോഡ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും വഴി, എന്തെങ്കിലും ബൈപ്പാസ് എന്തെങ്കിലും കണ്ടുപിടിച്ചല്ലാതെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഈ ബ്ലോക്ക് അല്ലാതെ മാറി പോകുന്നില്ല. ഈ യാത്രക്കാർ പകുതി വെച്ച് യാത്ര അവസാനിപ്പിക്കും എന്തെങ്കിലും പറയാറുണ്ടോ? യാത്രക്കാരെ വായനകളൊക്കെ കേൾക്കണം. നമ്മളെ നേരം പത്തിന് ഒരാളെ നമ്മൾ പറഞ്ഞ് സംഭവിപ്പിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. യാത്രക്കാരെന്നാലും ഓല പ്രശ്നങ്ങളുണ്ട്. ഓർക്കിപ്പോൾ ഇതേമാതിരി EMS അവരുടെയൊക്കെ ഒരു ഡോക്ടറെ ബുക്ക് ചെയ്താൽ മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടുക. ആ ഡോക്ടറെ കാണാൻ ഓല് ചെല്ലുന്ന സമയത്ത് അവിടെ അരമണിക്കൂർ ബ്ലോക്ക് ആകുമ്പോൾ ഡോക്ടർ പോയി, പിന്നെ പിറ്റത്തെ മാസമാണ് കിട്ടുക. യാത്രക്കാർക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും പരിഹാരം കാണണം. അല്ലെങ്കിൽ നമ്മൾ പരിയാപുരം വഴി പോകുകയാണെങ്കിൽ നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വഴിക്കാതെ എത്തും. നമുക്കിതിന് വേറെ വഴിയില്ല. എന്താ യാത്രക്കാരെന്താ പറഞ്ഞു? യാത്രക്കാർ മെയിനായിട്ട് നമ്മൾ മെഡിസിൻ സിറ്റി അല്ലേ പെരിന്തൽമണ്ണ, മൗലാന അൽഷിഫ, EMS. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളാഞ്ചേരിയിൽ വരുന്ന യാത്രക്കാർ കൂടുതൽ ഹോസ്പിറ്റൽ മേഖല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ MESക്കാണ് വരുന്നത്. യാത്രക്കാരെ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് പുറമെ ബസ്സിലെ പണിക്കാർ ഞങ്ങളെ ഭയങ്കര റിസ്ക്കിലാണ് ഞങ്ങൾ ഓടുന്നത്. പെരുന്നാൾ മാത്രം ഞങ്ങളെ റോഡ് എന്ന് പറഞ്ഞാൽ കൊളത്തൂർ മുതൽ ഇങ്ങോട്ട് അങ്ങാടിപ്പുറത്തേക്ക് എത്താൻ തന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് 15 മിനിറ്റ് ആണെങ്കിൽ അത് ഞങ്ങൾക്ക് 25 മിനിറ്റോളം അവിടെ റോഡ് പണി മോശമായ കാരണം ഞങ്ങൾക്ക് എത്തിക്കഴിയാൻ അവിടെ തന്നെ ഞങ്ങൾ എത്താതെയാണ് റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്. ഇവിടെ വന്നാൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ പോലെ ഇവിടെ തടുത്തിടുകയും ചെയ്യുകയാണ്. ഇന്നലെ കണ്ടില്ല, ഇപ്പോൾ 3 വണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടു 3 വണ്ടി ഇവിടെ തിരിച്ചു പോയി. ഈ അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഒരു വണ്ടി ഇന്ന് പോണത് ചേറ്റാമലയിൽ കൂടെയാണ്. നമ്മളെ കോയിന്നൂർ പറഞ്ഞ ബസ് അതിൽക്കൂടെ പോയിട്ടാണ് അപ്പുറം പോയി ചാടുന്നത്. അവിടുന്ന് ആൾക്കാരെ കയറ്റാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ ചിലപ്പോൾ MES കിട്ടും, അല്ലെങ്കിൽ കുളത്തൂർ പോയിട്ടാണ് ചാടുന്നത്. ഈ MESക്കുള്ള ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അരമണിക്കൂർ 3 ബസ് കൂടി കണക്ക് കൂട്ടുകയാണെങ്കിൽ ടൈം കണക്ക് കൂട്ടുകയാണെങ്കിൽ 40 മിനിറ്റിൻ്റെ മുകളിലായി. അങ്ങാടിപ്പോൾ പെരുന്തമണ്ണ സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് വളാഞ്ചേരിക്ക് വന്നിട്ട് 10 മണിക്ക് പോകേണ്ട ബസ് 10:11:20 ഇപ്പോൾ കൊണ്ട് പാസ് ചെയ്ത് പോയത്. 10 മണിക്ക് അവിടുന്ന് പോകുന്ന ബസ്
11:20 വൈലോങ്ങര പാസിൽ ഞങ്ങൾ പോണ് കാണുന്നത്. ഇതിന് ഞങ്ങൾക്ക് പോകുമ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം കാണാത്ത വർഷം ഞങ്ങൾ ഇനി സമരം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സമരത്തിന് ഞങ്ങൾ റെഡിയാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ. അല്ല, എങ്ങനെ നമ്മൾ ഈ കുടുംബം പുലർത്തുന്നൊക്കെ എത്രത്തോളം? കുടുംബം പുലർത്തുന്ന വളരെ ദയനീയമായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ സ്കൂൾ കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആയിട്ട് എടുക്കാനുണ്ടാവില്ല ഈ റൂട്ടിൽ ഓടുമ്പോൾ. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയിലൂടെയാണ് ഇപ്പോൾ ഈ റോഡ് ബ്ലോക്കും കാര്യങ്ങളും എല്ലാ പരിപാടിയും. കുടുംബം കഴിഞ്ഞ് പോണത് 2 ദിവസങ്ങളെ നിവേദനത്തിന്റെ പൈസ ഒക്കെ നല്ല കുറവ് തന്നെയാണ്. 500-600 രൂപ കമ്മി തന്നെയാണ്. 3 ജീവനക്കാർക്ക് ചില ദിവസങ്ങളിൽ 300, 400, 500, 600 അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ കൂലിയൊക്കെ എടുത്ത് പോണത്. മുതലാളിമാർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ഓടെല്ലാ മാർഗമല്ലല്ലോ, സർവീസ് അല്ലേ. ആളുകൾ പണി നിർത്തി പോകണ്ടോ? പണിക്കാർ വളരെ കുറേ ആൾക്കാർ കമ്മിയായി പോയി. ചില ബസ്സിൽ 2 ആൾ, ചില ബസ്സിൽ 3 ആൾ അങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്.